ഏറ്റവും പ്രിയപ്പെട്ട നിലീന GC ബോസ് സയൻസ് ഫോറത്തിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. അത് ആദ്യമേ തന്നെ പറയട്ടെ. നമ്മുടെ ഈ ഒരു വേനലവധിക്കാലം ഒരു എക്സ്ട്രാ നോളജ് കൂടി ഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരമായി വിനിയോഗിക്കുന്നതിനും അതിന് ശാസ്ത്രാവബോധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ചൂസ് ചെയ്തതിനും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വളരെ ഹാർദവമായി അഭിനന്ദിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതിന് JC ബോസ് സയൻസ് ഫോറം എടുത്ത ഒരു മുൻകൈക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഒരു സന്തോഷമുള്ള കാര്യം, അതിൻ്റെ തുടക്കം ഫസ്റ്റ് ക്ലാസ് എന്ന നിലയിൽ എനിക്ക് എൻ്റെ മേഖലയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു അവസരമുണ്ടായി എന്നുള്ളതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു. നിലീന സൂചിപ്പിച്ച പോലെ, നിലീന 1 മണിക്കൂറല്ലേ നമ്മുടെ ടൈം? ഐ ഹോപ്പ് സോ. ശരി, അപ്പോ നമ്മള് ഇന്നത്തെ ടോപ്പിക്ക് പോളിമർ സയൻസ്, ബേസിക് കൺസെപ്റ്റ്സ്, അഡ്വാൻസസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഞാൻ ഇതിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ എല്ലാവരുടെയും ഒരു ഡെയിലി ലൈഫ് എടുത്ത് നോക്കിയാൽ കെമിസ്ട്രി വളരെ പർട്ടിക്കുലർ ആയിട്ട് എല്ലായിടത്തും നമ്മളത് പ്രയോഗിക്കുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുകയോ പല്ല് തേക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നത് കെമിസ്ട്രി തന്നെയാണ്. വെള്ളം പോലും H2O ഒരു കെമിക്കലാണ്, നമുക്കറിയാം. എല്ലാം ഓൾ ആർ കെമിക്കൽസ്. അപ്പൊ ആ നിലയിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫിലുള്ള കെമിസ്ട്രിയുടെ, പ്രത്യേകിച്ചും പോളിമർ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ സൈഡും അതിൻ്റെ തന്നെ ഒരു മെഡിക്കൽ സൈഡും, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ബയോമെഡിക്കലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ രോഗ ചികിത്സയുടെ മേഖലയിലൊക്കെ പോളിമർ കെമിസ്ട്രി വഹിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ചില വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിന് മുന്നോടിയായിട്ട് പോളിമറിനെ കുറിച്ചും പോളിമർ കെമിസ്ട്രിയെ കുറിച്ചും വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പോളിമർ എന്ന് പറയുമ്പോൾ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അതിന്റെ ലിമിറ്റേഷൻ എനിക്കറിയാം. നിങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഒരു മറുപടി ടൈം ടു ടൈം എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കില്ല. ബട്ട് സ്റ്റിൽ ഞാൻ വൺ സൈഡ് ആയിട്ട് സംസാരിച്ചു പോവാണ്. നമുക്ക് അവസാനം ചോദ്യങ്ങൾ എടുക്കാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കണം. അപ്പം പോളിമർ എന്ന് നമ്മൾ പറയുന്ന കാര്യം, ഒരുപക്ഷെ പോളിമർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഇത് എന്താണെന്നുള്ളത് 1-2 പേരൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? ആരെങ്കിലും സെൽഫ് ഇനിഷ്യേറ്റീവ് ഉണ്ടോ? തെറ്റിയാലും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. പോളിമർ എന്ന് പറയുമ്പോൾ കുറെ മോണോമേഴ്സ് ചേർന്നുണ്ടാവുന്ന, കുറെ സംഭവങ്ങൾ ചേർന്നുണ്ടാവുന്ന ഒരു സംഭവം. ഓക്കെ, അതിനപ്പുറം ഒരു പോളിമറിന്റെ പേര് പറയാൻ അറിയാമോ? ഏതെങ്കിലും? നൈലോൺ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ആദ്യം സംസാരിച്ച ആള് പറഞ്ഞ പോലെ എനിക്ക് ഇതിനകത്ത് പേര് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്, സോറി. അപ്പൊ ആദ്യം റെസ്പോണ്ട് ചെയ്ത ആള് പറഞ്ഞതുപോലെ പോളിമർ എന്ന് പറയുന്നത് ഒരു വലിയ മോളിക്യൂളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം H2 ആണ് അല്ലെ. H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ഒരു ഓക്സിജനും കൂടെ, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്ന ഒരു മോളിക്യൂളാണ് വാട്ടർ എന്ന് പറയുന്നത്. പോളിമർ എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു കുഞ്ഞു മോളിക്യൂൾ അല്ല, ഇറ്റ്സ് എ ലാർജ് മോളിക്യൂൾ. വളരെ വലിയ സൈസുള്ള ഒരു മോളിക്യൂളാണ്, ഒരു സംയുക്തമാണ് പോളിമർ എന്ന് പറയുന്നത്. അതായത് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ പേരിന്റെ അർത്ഥം പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ് അർത്ഥം, ഒരുപാട് എന്നാണ് അർത്ഥം. മർ എന്ന് വെച്ചാൽ പാർട്സ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മെനി പാർട്സ്, അതായത് ഒരുപാട് പാർട്ടുകൾ ചേർന്നുണ്ടാകുന്നതാണ് പോളിമർ. നമ്മുടെ മാലയിൽ മുത്ത് കോർത്ത് വെക്കുന്നത് പോലെ ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയൊരു ജയൻ മോളിക്യൂളാണ് പോളിമർ. സപ്പോസ് ഇതൊരു മോളിക്യൂളാണ്, ഇതിന്റെ പേര് എത്തിലീൻ ആണ്. ഈ എത്തിലീൻ മോളിക്യൂള്
വേറൊരു എഥിലീൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് കൂടിയത് കണ്ടോ. ദെൻ അനദർ ഒരു മോളിക്യൂൾ വരുന്നു, അതും ബൈൻഡ് ചെയ്യുന്നു. വേറൊന്ന് വരുന്നു, ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇങ്ങനെ ബൈൻഡ് ചെയ്തുണ്ടാവുന്ന ഒരു ബിഗ്ഗർ മോളിക്യൂൾ ആണ് പോളിമർ. ഇപ്പൊ നമ്മൾ എഥിലീൻ എന്ന് പറഞ്ഞു. എഥിലീൻ അതിനകത്തുള്ളൊരു സ്മോൾ മോളിക്യൂളാണ്. അത് ചേർത്ത് വെച്ച് ഉണ്ടാവുന്ന പോളിമറിനെ നമ്മൾ പോളി എഥിലീൻ എന്നാണ് വിളിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്താണ്? പോളിത്തീൻ എന്ന് നിങ്ങൾ വിളിക്കുന്നത് ആക്ച്വലി പോളി എഥിലീൻ ആണ്. അപ്പൊ പോളി എഥിലീൻ എന്ന് പറയുന്ന പോളിമർ വെച്ചിട്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ്, അതായത് മോളിക്യൂൾസ് ചേർന്ന് മോണോമേഴ്സ് ചേർന്ന് ലാർജ് മോളിക്യൂൾ ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സെക്കൻഡ്, സോറി. ദെൻ നമ്മൾ ഈ പോളിമേഴ്സിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ പോളിമർ എന്ന് പറയുന്ന ഒരു സാധനം അത് എങ്ങനെയാണ് മനുഷ്യൻ കണ്ടുപിടിച്ചത് എന്നത് വളരെ രസകരമായ ഒരു കഥയാണ്. അതിന്റെ വിശദാംശത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല, നിങ്ങൾ വായിച്ചു നോക്കാം. അതില് മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തുന്ന പോളിമർ എന്ന് പറയുന്നത് റബ്ബറാണ്. അപ്പൊ നമ്മളൊരു പോളിമർ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടെന്ന, അല്ലെങ്കിൽ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ടുന്ന ഒരു പേര് റബ്ബറാണ്. അപ്പൊ നമുക്കറിയാം റബ്ബർ മരം, അതിൽ നിന്ന് വരുന്ന കറ. അപ്പം നമ്മൾ റബ്ബർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ വീടുകളിൽ അത് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ പണ്ട് കാലത്ത് ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഒരു 1500കളിലൊക്കെ മനുഷ്യൻ അത് പോളിമർ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല, അത് റബ്ബർ ആണ് എന്ന് പോലും പേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മരത്തിൽ നിന്ന് വരുന്ന കറ അത് കട്ട പിടിച്ച് ഒരു തരം ബോൾ പോലെ ആവും. അതിന്റെ ഒരു പ്രത്യേകത, അതിങ്ങനെ എറിഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അങ്ങനെ ആ റബ്ബർ ബോൾസ് വെച്ചിട്ട് മനുഷ്യൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ അതിനെ ഒരു പോളിമർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു. അതിന് റബ്ബർ എന്ന് പേര് വന്നത്, അത് വെച്ച് മായ്ച്ചാൽ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാഞ്ഞു പോകും, റബ്ബാവും. അപ്പൊ റബ്ബാവുന്ന മെറ്റീരിയൽ എന്നുള്ളത് കൊണ്ടാണ് അതിന് റബ്ബർ എന്ന് പേര് വന്നത്. അപ്പൊ അതിന് വളരെ രസകരമായ ഒരു ഹിസ്റ്ററി ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി വായിക്കണം. മറ്റൊരു പോളിമർ നമ്മുടെ പ്ലാന്റുകളുടെ, അതായത് സസ്യങ്ങളുടെ കോശം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അത് വേറൊരു ടൈപ്പ് ഓഫ് പോളിമറാണ്. ദെൻ ഈ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ഈ റബ്ബറിനെ തന്നെ മനുഷ്യൻ പ്രോസസ് ചെയ്യാൻ ആരംഭിച്ചു. ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് ചെയ്തത്. അതിന് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ തന്നെ ടയറിന്റെ ഒക്കെ പരസ്യങ്ങൾ കാണുകയാണെങ്കിൽ അതിനകത്ത് അവർ പറയുണ്ടാവും, വൾക്കനൈസ്ഡ് റബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ടയർ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള പരസ്യങ്ങൾ പല റബ്ബർ പ്രൊഡക്ട്സിന്റെ പരസ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വൾക്കനൈസേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റബ്ബറിനകത്ത്, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന റബ്ബറിനകത്ത് സൾഫർ ആഡ് ചെയ്ത് അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതിന്റെ കട്ടി അത് വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. അങ്ങനെ നമ്മൾ ആദ്യം കണ്ടെത്തിയ ഒരു പോളിമറിനെ പിന്നീട് ശാസ്ത്ര സമൂഹം, സയന്റിസ്റ്റുമാര് അവരുടെ ഇടപെടലുകളിലൂടെ മോഡിഫൈ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും റബ്ബർ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, സെല്ലുലോസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. വൾക്കനൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും റബ്ബർ ഓൾറെഡി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ലേറ്റർ മനുഷ്യൻ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ 1919 ആയപ്പോഴേക്കും സ്വന്തമായി ലാബുകളിൽ പോളിമറിനെ ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായി നിർമ്മിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ടെക്നോളജിയും സയൻസും വളർന്നു. അങ്ങനെ ആദ്യമായി ആർട്ടിഫിഷ്യലി, കൃത്രിമമായി നിർമ്മിച്ചെടുത്ത പോളിമറിന്റെ പേരാണ് ബേക്കലൈറ്റ്. ഇതുപോലുള്ള വളകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതൊരു പോളിമർ ആണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കയ്യിലൊക്കെ ഇടുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് വളകൾ, കട്ടിയുള്ള വളകൾ. അതുപോലെ പഴയ ടെലിഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മളിങ്ങനെ കറക്കി ഉപയോഗിക്കുന്ന ടെലിഫോൺ, അതിന്റെയും ബോഡി നിർമ്മിച്ചിരിക്കുന്ന ബേക്കലൈറ്റ് എന്ന് പറയുന്ന പോളിമർ കൊണ്ടാണ്. അപ്പൊ അങ്ങനെ അത്, ഈ ബേക്കലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ കണ്ടെത്തിയ ഫസ്റ്റ് സിന്തറ്റിക് പോളിമർ ആണ് ബേക്കലൈറ്റ്. ഇതിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള പോളിമേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നാച്ചുറൽ റബ്ബർ ഞാൻ പറഞ്ഞു, നൈലോൺ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, ഇറ്റ്സ് എ പോളിമർ.
പിന്നെ ജലാറ്റിൻ, നിങ്ങൾ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും ജലാറ്റിൻ. നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽസ്, പെറ്റ് ബോട്ടിൽസ് എന്ന PET എന്ന് പറയുന്ന പോളിമർ, പോളിയെത്തിലീൻ ടെറഫ്താലേറ്റ് എന്ന് പറയുന്ന ഒരു പോളിമർ വെച്ചിട്ടാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു പോളിമറാണ്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പിങ്ങിന് ഉപയോഗിക്കുന്ന PVC പൈപ്പുകൾ, അതൊരു പോളിമറാണ്. ലീക്ക് തടയാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെഫ്ലോൺ ടേപ്പുകൾ, അതൊരു പോളിമറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോളിയെത്തിലീൻ ബാഗ്സ്, ഇറ്റ്സ് എ പോളിമർ. അങ്ങനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുള്ള DNA, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻസ്, അങ്ങനെ എല്ലാം പോളിമറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം നമ്മൾ ആകത്തുകയിലും നമുക്ക് ചുറ്റും ഇങ്ങനെ പോളിമേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത, അത് നിങ്ങളോട് പറയാം. അതൊരു ഫാക്റ്റാണ്. ആൻഡ് ദാറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണത്. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പം പോളിമേഴ്സിന് തന്നെ പല ടൈപ്പിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പോളിമർ ഉണ്ട്, അതിനെ നാച്ചുറൽ പോളിമർ എന്ന് വിളിക്കാം. കിട്ടിയ പോളിമറിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ വൾക്കനൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യുന്നതിനെ നമുക്ക് സെമി സിന്തറ്റിക് എന്ന് വിളിക്കാം. ആൻഡ് ഫൈനലി കംപ്ലീറ്റ് ആയിട്ട് ഒരു പോളിമറിനെ ലാബിൽ മാത്രം നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതിനെ നമുക്ക് സിന്തറ്റിക് പോളിമർ എന്ന് വിളിക്കാം. ആൻഡ് ദെൻ ഇതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾസിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. ഉണ്ടോ, ഇതൊക്കെ നാച്ചുറൽ പോളിമേഴ്സാ. പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻസ്. ഏതെങ്കിലും ഒരു പ്രോട്ടീന്റെ പേര് പറയാൻ അറിയോ ആർക്കെങ്കിലും? ഒരു പ്രോട്ടീന്റെ പേര് പറയാവോ? യെസ് പറഞ്ഞോളൂ, ആരോ മൈക്ക് ഓൺ ആക്കി. പറഞ്ഞോളൂ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഡയറി പ്രൊഡക്ട്സ്. ഡയറി പ്രൊഡക്ട്സിലുള്ള പ്രോട്ടീൻ ഏതാണെന്നറിയോ? മിൽക്ക്, മിൽക്കിനകത്തുള്ള പ്രോട്ടീൻ ഏതാ? ഫോർ എക്സാമ്പിൾ, ശരിയാണ്, വളരെ കറക്റ്റാണ്. നമ്മൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടുമെന്ന് പറയും അല്ലേ? നിങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികളും ഉണ്ടായേക്കാം. ഇപ്പൊ പാല് കുടിക്കണം, പാലിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് പറയും. പ്രോട്ടീന്റെ പേര് കസീൻ എന്നാണ്. പാലിനകത്തുള്ള പ്രോട്ടീന്റെ പേര് കസീൻ എന്നാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ധാരാളമായ പ്രോട്ടീനുകളുണ്ട്. അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ പ്രോട്ടീൻസിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകളെ നമ്മൾ മോണോമർ എന്നാണ് പറയുക. മോണോമേഴ്സ് ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാവുക. അപ്പൊ ഈ പ്രോട്ടീനകത്തുള്ള മോണോമേഴ്സിനെ നമ്മൾ അമിനോ ആസിഡ്സ് എന്നാണ് വിളിക്കുക. ദാറ്റ് മീൻസ് അമിനോ ആസിഡ്സിനെ ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ദെൻ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ആൻഡ് ഈ കോട്ടൺ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസിന്റെ മോളിക്യൂൾസിനെ ചേർത്ത് വെച്ചാണ് നമ്മൾ കോട്ടൺ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിൽക്ക് എന്ന് പറയുന്നത് അത് മറ്റൊരു പ്രോട്ടീനാണ്. നമ്മൾ കഴിക്കുന്നതല്ലാതെ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്, ഒരു കൺസ്യൂമബിൾ ആണ്. ആൻഡ് അതും ഉണ്ടാക്കിയിരിക്കുന്ന മോണോമർ അമിനോ ആസിഡ്സ് ആണ്. വൂള്, കമ്പിളി, അത് വേറൊരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ദാറ്റ്സ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. റബ്ബർ ഞാൻ പറഞ്ഞു, അതൊരു നാച്ചുറൽ പോളിമർ ആണ്. അതിന്റെ മോണോമറിന്റെ പേര് ഐസോപ്രീൻ എന്നാണ്. ഐസോപ്രീൻ. നമ്മൾ കഴിക്കുന്ന അരി, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ള സ്റ്റാർച്ച്, ഇതൊക്കെ ഒരു പോളിമറാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ് വെച്ചിട്ടാണ്. ഓക്കെ, നാച്ചുറൽ പോളിമേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് ഇതുണ്ടോ? ഓക്കെ ഫൈൻ, ഐ ഹാവ് ദ സ്ട്രക്ചർ. ഇതൊരു പ്രോട്ടീനാണ്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം. നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ വേണ്ടത്. ഈ ഓരോ എന്താണ് റൗണ്ടും കാണിച്ചിരിക്കുന്നത് ഓരോ അമിനോ ആസിഡ്സ്, ASN, GLY എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഓരോന്നും ഓരോ അമിനോ ആസിഡ്സ് ഇങ്ങനെ മുത്തു കോർത്തിരിക്കുന്ന പോലെ ഈ അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്താണ് ഒരു പ്രോട്ടീനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് റബ്ബറാണ്. ഞാൻ പറഞ്ഞു റബ്ബറിന്റെ മോണോമറിന്റെ പേരെന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരെങ്കിലും നോട്ട് ചെയ്തോ? ഐസോപ്രീൻ. ഓക്കെ, ഐസോപ്രീൻ എന്നാണ് റബ്ബറിന്റെ മോണോമറിന്റെ പേര്. ഇതാണ് ഒരു
റബ്ബറിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആൻഡ് ദിസ് ഇസ് ഐസോപ്രീൻ. ഇതൊരു ഐസോപ്രീൻ ആണ്, ഇത് മറ്റൊരു ഐസോപ്രീൻസ് ആണ് പ്രീൻ ആണ്. അപ്പൊ ഇതൊക്കെ കൂടെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ഇതൊരു ഐസോപ്രീൻ, അതിലേക്ക് അടുത്ത ഐസോപ്രീൻ, അതിലേക്ക് അടുത്ത ഐസോപ്രീൻ, ഇങ്ങനെ ഐസോപ്രീൻസ് ചേർത്ത് വെച്ചാണ് ഒരു റബ്ബറിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. സെമി സിന്തറ്റിക് പോളിമേഴ്സ് ഞാൻ പറഞ്ഞു, അതായത് ഓൾറെഡി നാച്ചുറലി നമുക്ക് കിട്ടുന്ന പോളിമേഴ്സ് ആൻഡ് വി ആർ മേക്കിംഗ് സർട്ടൻ മോഡിഫിക്കേഷൻ. നാച്ചുറലി കിട്ടുന്ന പോളിമർ, പ്രകൃതിദത്തമായ പോളിമർ ആണ്, നമ്മൾ അതിനകത്ത് നമ്മുടേതായ മനുഷ്യൻ്റെതായ ചില ഇടപെടലുകളിലൂടെ ചില മോഡിഫിക്കേഷൻസ് നടത്തുന്നു. ഫോർ എക്സാമ്പിൾ വൾക്കനൈസ്ഡ് റബ്ബർ, ഞാൻ നേരത്തെ പറഞ്ഞു, റബ്ബറിനകത്ത് സൾഫർ ആഡ് ചെയ്തിട്ട് ഒരു പ്രോസസ്സിംഗ് നടത്തുന്നതാണ് വൾക്കനൈസ്ഡ് റബ്ബർ. സെല്ലുലോസിനകത്ത് നൈട്രോ മോഡിഫിക്കേഷൻ നടത്തുന്നതാണ് നൈട്രോ സെല്ലുലോസ്. അത് നിങ്ങൾ ഗൺ കോട്ടൺ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ റയോണിന്റെ തുണികളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ, റയോണും ആക്ച്വലി നാച്ചുറൽ പോളിമറിനെ മോഡിഫൈ ചെയ്തെടുക്കുന്ന സാധനമാണ്. ദെൻ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പോളിമറാണ് ബേക്കലൈറ്റ്. ആൻഡ് അത് ഫസ്റ്റ് ലബോറട്ടറിയിൽ മനുഷ്യൻ സിന്തസൈസ് ചെയ്ത് എടുത്ത വർഷം 1910. ദെൻ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ചില പോളിമേഴ്സ് ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാല കോർത്ത് വെച്ചിരിക്കുന്ന പോലെ, ഒരു നൂലിനകത്ത് മുത്തുകൾ കോർത്ത് വെച്ചിരിക്കുന്ന പോലെ ലീനിയറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അങ്ങനെയുള്ള പോളിമേഴ്സിനെ നമ്മൾ ലീനിയർ പോളിമർ എന്നാണ് പറയുക സ്ട്രക്ചറിൽ. ചില പോളിമേഴ്സ് ഇങ്ങനെയാണ്, ഇങ്ങനെ മാല കോർത്ത് വെച്ചിരിക്കും, പക്ഷെ അതിന്റെ ചില പോയിന്റുകളിൽ അതിന് ചെറിയൊരു ബ്രാഞ്ച് വരും, കണ്ടോ? അങ്ങനെയുള്ള പോളിമേഴ്സിനെ നമ്മൾ ബ്രാഞ്ച്ഡ് പോളിമർ എന്നാണ് വിളിക്കുക. ദെൻ വേറെ ചില പോളിമേഴ്സിന്റെ സ്ട്രക്ചറിനകത്ത് ഇങ്ങനെ ലീനിയർ ചെയിൻ ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് ചില കണക്ഷൻസ് കാണാം, ഇങ്ങനെ കണ്ടോ? ഈ വലിയ ലീനിയർ ചെയിനെയും ഈ ചെയിനെയും ഇവിടെ ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുക, ക്രോസ് ലിങ്ക് ചെയ്തിരിക്കുക, ഇവിടെ ഇതിങ്ങനെ ക്രോസ് ലിങ്ക് ചെയ്തിരിക്കുന്നു, ഇവിടെയും ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ലീനിയർ ചെയിൻസിനെ കണക്ട് ചെയ്യുന്ന ക്രോസ് ലിങ്കിങ്സ് ഉള്ള പോളിമേഴ്സിന്റെ സ്ട്രക്ചറിനെ നമ്മൾ ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്നാണ് വിളിക്കുക. ദെൻ ഇത് കണ്ടോ, ചില പോളിമേഴ്സിന് ഒരു 3D സ്ട്രക്ചർ ഉണ്ടാവും, ഒരു നെറ്റ്വർക്ക് കൈൻഡ് ഓഫ് സ്ട്രക്ചർ. അതിന് 2Dയിലും ഉണ്ടാവും, Z ഡയറക്ഷനിൽ മുകളിലേക്കും ഉണ്ടാവും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ 3D പോളിമർ എന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോളിമർ എന്ന് വിളിക്കുന്നത്. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില പോളിമേഴ്സിന് നമുക്ക് ഇങ്ങനെ, നമ്മൾ റബ്ബർ എങ്ങനെയാ, റബ്ബറിന്റെ പ്രോപ്പർട്ടി എന്താ, റബ്ബർ നമുക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാം, വിട്ട് കഴിഞ്ഞാൽ അത് റീകോയിൽ ചെയ്യും, അല്ലേ? പക്ഷെ അന്ന് കരുതി PVC നമ്മൾ വലിച്ചാൽ വലിയോ, അല്ലെ പോളിയെത്തിലീൻ ബാഗിനെ അല്ലെ പോളിയെത്തിലീൻ ഷീറ്റിനെ നമ്മൾ വലിച്ചാൽ വലിയോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ജലാറ്റിനെ വലിച്ചാൽ അത് ഇതേപോലെ റബ്ബർ വലിയുന്ന പോലെ വലിയില്ല. അപ്പൊ ചില പോളിമറിനെ മാത്രം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റീകോയിൽ ചെയ്ത് വരാനുള്ള, തിരിച്ചതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്താനുള്ള കഴിവുണ്ട്. അത്തരം പോളിമേഴ്സിനെ നമ്മൾ ഇലാസ്റ്റോമർ എന്നാണ് വിളിക്കുക. ആൻഡ് ചില പോളിമേഴ്സിനെ നമുക്ക് വലിച്ചാൽ തിരിച്ചു വരില്ല, അത് വലിഞ്ഞു തന്നെ ഇരിക്കും, അതിനെയാണ് നമ്മൾ ഫൈബർ എന്ന് വിളിക്കുന്നത്. പിന്നെ ചില പോളിമേഴ്സിനെ നമുക്ക് ഹീറ്റ് ചെയ്യാം, തണുപ്പിക്കാം, വീണ്ടും ഹീറ്റ് ചെയ്യാം, തണുപ്പിക്കാം, അതിന്റെ ഷേപ്പിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓരോ തവണയും റിപ്പീറ്റഡ്ലി ഹീറ്റ് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ തെർമോപ്ലാസ്റ്റിക് പോളിമർ എന്ന് വിളിക്കും. ബട്ട് വേറെ ചില പോളിമേഴ്സ് ഒരു തവണ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി, ഹീറ്റ് ചെയ്ത് തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും മാറ്റമൊന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള പോളിമേഴ്സിനെ നമ്മൾ തെർമോസെറ്റ് പോളിമേഴ്സ് എന്ന് വിളിക്കും. ഇതൊക്കെ കുറച്ചുകൂടെ ഒരു 10ാം ക്ലാസ് വരുമ്പോഴേക്കുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ ജസ്റ്റ് 10ാം ക്ലാസ്സുകാരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. സോറി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഓരോ മോണോമർ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാ. കണ്ടോ, ഇങ്ങനെ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ അഡീഷൻ പോളിമർ എന്ന് വിളിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, കണ്ടോ, ഇവിടെ 2 മോളിക്യൂള് വരുന്നു, ഒരു നീല കളർ മോളിക്യൂള് വെളിയിലേക്ക് പോകുന്നു. ദെൻ വീണ്ടും അടുത്ത് വരുന്നു, ഒരു പാർട്ട് വെളിയിലേക്ക് പോകുന്നു, അടുത്ത് വരുന്നു, ഒരു പാർട്ട് പോകുന്നു. അങ്ങനെ മോളിക്യൂൾസ് ചേർന്ന് വരികയും അതിന്റെ ഒരു പാർട്ടിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പോളിമേഴ്സിനെ നമ്മൾ കണ്ടൻസേഷൻ പോളിമർ എന്നാണ് വിളിക്കുക. അതല്ല, മോളിക്യൂൾസിനെ ചുമ്മാ ചേർത്ത് വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പോളിമേഴ്സിനെ നമ്മൾ അഡീഷൻ പോളിമർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഒന്ന് അഡീഷൻ പോളിമർ, ഒന്ന് കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറിൽ ഒരു പാർട്ട് ഓഫ് മോളിക്യൂൾസിനെ എങ്ങനെ അതിന്റെ പോളിമറൈസേഷൻ പ്രോസസ്സിനകത്ത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ടാവും.
ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ നമ്മളൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഇനി അതിന്റെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന PVC പൈപ്പ്, പോളിയെത്തിലിൻ ബാഗ്, അതല്ലെങ്കിൽ ബേക്കലൈറ്റ് വളകള്, അങ്ങനെ ഒരുപാട് നൈലോൺ തുണികള്, PETയുടെ ബോട്ടിൽസ്, അങ്ങനെ അതൊക്കെ പ്ലാസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ പോളിമേഴ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ പോളിമർ ആയിട്ട് മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ചുമ്മാ നമ്മുടെ റൂമിനകത്ത് ഇരുന്നിട്ട് എന്തൊക്കെ പോളിമർ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ലിസ്റ്റ് ഔട്ട് ഒരുപാട് എണ്ണത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി വേറൊരു രസകരമായ പോളിമറിന്റെ ഒരു വശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പോളിമേഴ്സിനെ നമ്മൾ സ്മാർട്ട് പോളിമർ എന്നാണ് വിളിക്കുക. ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവില്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, കൗതുകത്തിനിട തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നു എന്ന് മാത്രം. നമ്മൾ ആരെയാണ് സ്മാർട്ട് എന്ന് വിളിക്കുക? ആരെയായിരിക്കും സ്മാർട്ട് എന്ന് വിളിക്കുക? ഒരു ക്ലാസ്സില് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കുട്ടി നമ്മൾ പറയുന്ന ആരായിരിക്കും? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആള് അല്ലെ? ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ ചാടി എണീറ്റ് മറുപടി പറയുന്ന ആള്, ഇല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്ന ഒരാള്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന, പ്രതികരിക്കുന്ന ആളെ നമ്മൾ പെട്ടെന്ന് സ്മാർട്ട് ആണെന്ന് പറയും അല്ലെ? ഇപ്പൊ ഒരു ഇഷ്യൂ വന്നാൽ തന്നെ അതിനകത്ത് പ്രതികരിക്കാൻ, ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആള് ഈസ് എ സ്മാർട്ട് ഗൈ എന്ന് നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ സ്മാർട്ട് പോളിമർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ചില പോളിമേഴ്സ് ലൈറ്റിനോട് പ്രത്യേകതരം റെസ്പോൺസ് കാണിക്കും. ഓക്കെ, ചില പോളിമേഴ്സ് ടെമ്പറേച്ചറിനോട് പ്രത്യേകതരം റെസ്പോൺസ് കാണിക്കും. എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ ഒരു ബിഹേവിയറും ഹൈ ടെമ്പറേച്ചറിൽ വേറൊരു പ്രോപ്പർട്ടിയും കാണിക്കും. ചില പോളിമേഴ്സ് ലോ pHൽ, അതായത് ആസിഡിന്റെ pHൽ ഒരു പ്രോപ്പർട്ടി, ബേസ് pHൽ വേറൊരു പ്രോപ്പർട്ടി, അങ്ങനെ കാണിക്കും. അപ്പൊ pH മാറുന്നതിനനുസരിച്ച് അതിന്റെ സ്വഭാവം മാറും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് സ്വഭാവം മാറും. ടെമ്പറേച്ചർ കൂടുകയും കുറയും ചെയ്യുന്നതിനനുസരിച്ച് സ്വഭാവം മാറും. ലൈറ്റ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലയോ എന്നുള്ളതിനനുസരിച്ച് സ്വഭാവം മാറും. അങ്ങനെ ചില എൻസൈംസിന്റെ പ്രസൻസിൽ സ്വഭാവം മാറ്റിക്കളയും. അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, വളരെ സവിശേഷമായ സ്റ്റിമുലൈസിനോട് ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് കാണിക്കുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ സ്മാർട്ട് പോളിമർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ, സ്മാർട്ട് പോളിമർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വില കൂടിയ സാധനമാണ്. ഇപ്പൊ നമ്മൾ പോളിത്തീൻ എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള സാധനമല്ലേ? പോളിത്തീൻ കവർ നമ്മൾ വെറുതെ മീൻ വാങ്ങിക്കാൻ പോയാലും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റാത്ത സാധനമായിരിക്കും ഈ സ്മാർട്ട് പോളിമർ നമ്മൾ കരുതും. പക്ഷെ അല്ല, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ വളരെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ സ്മാർട്ട് പോളിമേഴ്സ്. ആൻഡ് അതിന് അങ്ങനെ ഒരു സ്മാർട്ട്നെസ് ഉണ്ട് എന്ന് പോലും ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ചില പോളിമേഴ്സിന്റെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നവരാണോ? ഇപ്പൊ ചൂടുകാലമാണ്, എല്ലാവർക്കും പനിയാണെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഇപ്പൊ ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആന്റിബയോട്ടിക്സ് കണ്ടവരുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഉണ്ട്. ഏത് ആന്റിബയോട്ടിക്സാ കണ്ടിട്ടുള്ളത്? മോക്സ്. ഓക്കെ, ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതാരാ സംസാരിക്കുന്നേ? പേര് പറയാവോ? പോയോ? ഹലോ, ഞാൻ കട്ടായതാണോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പം പറഞ്ഞോളൂ. മോക്സും പാരസെറ്റമോളും മോക്സ് കണ്ടിട്ടുണ്ടല്ലോ? പാരസെറ്റമോൾ ടാബ്ലറ്റ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ശരി. ഈ മോക്സും പാരസെറ്റമോളും കണ്ടാൽ എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പറയാവോ? പാരസെറ്റമോൾ എങ്ങനെയാ ഇരിക്കുന്നേ? പാരസെറ്റമോള് സാധാ ടാബ്ലറ്റ്, ഒരു മോക്സ് ലേശം ക്യാപ്സ്യൂള് പോലായിരുന്നു ഞാൻ കഴിച്ചിരുന്നു. ഓക്കെ, വെരി ഗുഡ്. എന്താ ഈ ക്യാപ്സ്യൂളിന്റെയും സാധാ ടാബ്ലറ്റിന്റെയും പ്രത്യേകത എന്താ? ക്യാപ്സ്യൂളിന് എന്താ അധികമായിട്ടുള്ളത്?
പുറത്ത് എന്തോ ഒരു കോട്ടിംഗ് ഉണ്ട്. പുറത്തൊരു കോട്ടിംഗ് ഉണ്ടല്ലേ? എന്തിനാ പാരസെറ്റമോളിന് ആ കോട്ടിംഗ് കൊടുക്കാതെ മോക്സിന് മാത്രം ആ കോട്ടിംഗ് കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എനിവൺ? അതിന് ഉത്തരവുണ്ടോ ആരുടെയും കയ്യില്? ഞാനൊരിത്തിരി വെള്ളം കുടിക്കുകയാണേ, നിങ്ങൾ പറഞ്ഞു. എന്താ, ചില മരുന്നുകൾ മാത്രം നമ്മൾ കോട്ടിങ്ങിലൂടെ കൊടുക്കുകയും ചിലത് അല്ലാതെ വെറും ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. മറ്റേ മോക്സ് ഒരു ഇച്ചിരി കൂടിയ രോഗത്തിന് കൊടുക്കുന്നോണ്ടാണോ, ഇൻഫെക്ഷന് കൊടുക്കുന്നോണ്ടാണോ? എന്തായിരിക്കും ഇതിന് കാരണം അറിയാവോ? അത് വയറ്റിൽ ഡിസോൾവ് ആവാൻ വേണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ പാരസെറ്റമോൾ വയറ്റിൽ ചെല്ലുമ്പോ ഡിസോൾവ് ആകണ്ടേ? എല്ലാ മരുന്നും നമ്മൾ ഓറലി അല്ലേ കഴിക്കുന്നത്, നേരെ വയറ്റിലേക്കല്ലേ ചെല്ലേണ്ടത്. ഇൻഡസ്റ്റൈനിൽ ചെന്നിട്ടാണ്, ചെറുകുടലിൽ ചെന്നിട്ടല്ലേ മരുന്നുകളൊക്കെ അബ്സോർബ് ചെയ്ത് പോകുന്നത്. അപ്പം എന്തിനാണ് ചിലതിന് മാത്രം നമ്മൾ കോട്ടിങ് കൊടുക്കുന്നത്, ചിലതിന് കൊടുക്കാത്തത്? അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനകത്ത് നിങ്ങൾ പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് വരാം. ഇത് കണ്ടോ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ആണിത്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണല്ലോ. വായ, ഈസോഫാഗസ് അന്നനാളം, സ്റ്റൊമക്ക് ആമാശയം, സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടല്, വൻകുടല് ലാർജ് ഇൻഡസ്റ്റൈൻ. ഇതാണ് നമ്മുടെ ഒരു ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്കറിയാലോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ വായില് നമ്മുടെ pH എത്രയാണെന്ന് അറിയാവോ? വായില് ഇവിടെയൊക്കെ ഓരോ എൻസൈം ഉണ്ട്, അത് നിങ്ങൾക്കറിയാലോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിച്ച് പോകുന്നത് വായിക്കകത്തും നമ്മുടെ വയറ്റിനകത്തൊക്കെ ഓരോ എൻസൈംസ് ഒക്കെ പ്രസന്റ് ആയതുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പം ഈ വായിലെ pH ഓൾമോസ്റ്റ് ന്യൂട്രലാണ്, 7.4 അത്രയൊക്കെ വരുള്ളൂ. ഇനി ഇവിടെ ആമാശയത്തിലെ സ്റ്റൊമക്കിലെ pH എത്രയാ അറിയാവോ? സ്റ്റൊമക്കിൽ ആസിഡ് pH ആണോ ബേസ് pH ആണോ എന്ന് പറയാവോ ആർക്കെങ്കിലും? ആസിഡ് pH അല്ലേ? നമ്മൾ വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സ്റ്റൊമക്കിനകത്ത്. അതുകൊണ്ട് സ്റ്റൊമക്കിലുള്ള pH ആസിഡ് pH ആണ്. പക്ഷെ നേരെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് സ്മോൾ ഇൻഡസ്റ്റൈൻ എത്തുമ്പം അവിടുത്തെ pH എന്ന് പറയുന്നത് ബേസിക് pH ആണ്. ഓക്കെ, അപ്പോ ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഒരു 7.5 ഒക്കെയാണ് അവിടുത്തെ pH. കുറച്ചുകൂടെ ഇവിടുത്തെ ആസിഡ് pHനേക്കാൾ കൂടിയ pH ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ആന്റിബയോട്ടിക്സ് പോലെ, ആന്റിബയോട്ടിക്സ് എന്തിനാ കഴിക്കുന്നത്? ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ വളരെ ടാർഗറ്റ് ചെയ്ത് കഴിക്കുന്ന മരുന്നുകൾ കറക്റ്റായിട്ട് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോൾ മാത്രം റിലീസ് ചെയ്യണം. ഞാനിപ്പോൾ മരുന്ന് കഴിച്ചെന്ന് കരുത്, ഇങ്ങനെ വന്ന് കഴിച്ചത് സ്റ്റൊമക്കിൽ എത്തുമ്പോൾ സ്റ്റൊമക്കിലെ ആസിഡ് pHൽ ഈ ആന്റിബയോട്ടിക്സിന്റെ മരുന്നുകൾ, നിങ്ങൾ ഈ പറഞ്ഞ മോക്സിലിൻ എന്ന് പറയുന്ന മരുന്ന് നശിപ്പിക്കപ്പെടും അവിടുത്തെ ആസിഡിനകത്ത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അത് തിരിച്ച് ഇവിടെ നശിപ്പിക്കപ്പെടാതെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വന്ന് ചെറുകുടലിൽ വന്ന് അവിടെ റിലീസ് ചെയ്ത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടണം, ആഗിരണം ചെയ്യപ്പെടണം. എന്നാലേ നമ്മുടെ ശരീരത്തിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് പറ്റണം? നമ്മൾ അതിനെ കവർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കോട്ടിങ്ങിനകത്ത് മരുന്നിട്ട് കൊടുക്കണം. പക്ഷെ ആ കോട്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആ കോട്ടിങ് ഈ ആസിഡ് pHൽ വരുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഒരു ആസിഡിന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാലും ആ കോട്ടിങ്ങിന് ഒന്നും സംഭവിക്കില്ല. അത് ആ മരുന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. പക്ഷെ നേരെ സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് വന്ന് അവിടുത്തെ pHൽ ആ കോട്ടിങ് പൊട്ടണം. ആസിഡ് pHൽ സ്ട്രോങ് ആയിരിക്കുകയും വേണം, ബേസിക് pHൽ പൊട്ടുകയും വേണം. പൊട്ടിയാലല്ലേ ഇതിനകത്തുനിന്നുള്ള മരുന്ന് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആസിഡ് pHൽ സ്ട്രോങ് ആയിരിക്കുകയും ബേസിക് pHൽ ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യുന്ന പ്രത്യേക തരം പ്രോപ്പർട്ടി ഉള്ള ഒരു പോളിമർ കൊണ്ടാണ് നമ്മൾ നമ്മുടെ ആന്റിബയോട്ടിക്സ് ടാബ്ലറ്റ്സിന് കോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ആ കോട്ടിങ്ങിന്റെ പ്രത്യേകത. ഇനി നിങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിച്ചാൽ നല്ല രസമാണ്. അപ്പൊ അതെങ്ങനെയാ ചില ഇതിനകത്ത് പൊട്ടുന്നത്, ചില ഇതിനകത്ത് പിന്നെ പൊട്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചില പോളിമറിനകത്ത് ഇതിനകത്ത് ഇതൊരു 9-10 ക്ലാസ്സിലുള്ള കുട്ടികൾക്കായിരിക്കും മനസ്സിലാവുക, 8ാം ക്ലാസ്സുകാർ അവിടെ ഇരിക്കട്ടെ.
അപ്പൊ ചില പോളിമറിനകത്ത് ഇങ്ങനെയുള്ള ആസിഡ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. OH, COH എന്നൊക്കെ പറയുന്ന ആസിഡ് ഗ്രൂപ്പുകൾ. ഈ ആസിഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആസിഡ് ഗ്രൂപ്പുകൾ ഹൈ pH കണ്ടീഷനകത്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും, ലോ pH കണ്ടീഷനകത്ത് സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഹൈ pHൽ റിലീസ് ചെയ്യേണ്ടുന്ന ഡ്രഗിനെ ഏത് തരം പോളിമർ കൊണ്ട് കോട്ട് ചെയ്യണം? ആസിഡ് ഗ്രൂപ്പുകളുള്ള പോളിമർ കൊണ്ട് കോട്ട് ചെയ്യണം. അതാകുമ്പോൾ ഹൈ pH കണ്ടീഷനിൽ പൊട്ടും, ലോ pH കണ്ടീഷനിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതേപോലെ നേരെ തിരിച്ച് ഇവിടെ റിലീസ് ചെയ്യണം, വയറ്റില് സ്റ്റൊമക്കിൽ റിലീസ് ചെയ്യണം, സ്മോൾ ഇൻഡസ്റ്റൈനിൽ റിലീസ് ചെയ്യാനും പാടില്ല എന്ന അവസ്ഥയിലുള്ള പോളിമർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ആസിഡ് pHൽ സ്റ്റേബിൾ ആയിരിക്കണം. പിന്നെ ബേസിക് pHൽ ആസിഡ് pHൽ പൊട്ടണം, ബേസിക് pHൽ സ്റ്റേബിൾ ആയിരിക്കണം. അതായത് NH2 ഗ്രൂപ്പുകളുള്ള പോളിമേഴ്സ് ആസിഡ് pHൽ സ്റ്റേബിൾ ആയിരിക്കും, അതായത് ഡിക്രീസ് pHൽ സ്റ്റേബിൾ ആയിരിക്കും, ഹൈ pHൽ പൊട്ടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ നേരെ തിരിച്ച് ഞാൻ കൺഫ്യൂസ് ചെയ്തെങ്കിൽ സോറി. NH2 ഗ്രൂപ്പ് ഉള്ള പോളിമേഴ്സ് ആസിഡ് pHൽ പൊട്ടുകയും ബേസിക് pHൽ സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹൈ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡായിരുന്നു. എനിവേ നിങ്ങൾ അത് വിട്ടേക്കുക. അപ്പം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പോളിമർ കോട്ടിംഗ് ആണ് നമ്മൾ ടാബ്ലറ്റ്സിനകത്ത് കൊടുക്കുന്നത്. ആ പോളിമർ കോട്ടിങ്ങിന്റെ പ്രത്യേകത ആസിഡ് pHൽ വയറ്റിനകത്ത് സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ് pHന്റെ സ്റ്റേബിൾ ആയിരിക്കും, സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള ബേസിക് pHൽ അത് ഡിസോൾവ് ചെയ്ത് പോവുകയും അതിനകത്തുള്ള ഡ്രഗ് വെളിയിൽ വരികയും അത് ബോഡി അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദെൻ ബോഡി ആക്ട്സ് അക്കോർഡിംഗ് ടു ദി ഡ്രഗ്. ആ ഡ്രഗിനനുസരിച്ച് ബോഡിയിൽ ആക്ഷൻസ് നടക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചു പോകുന്ന ഒരു സ്മാർട്ട് പോളിമർ. അത് സ്മാർട്ട് ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. സ്മാർട്ട് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, അതൊരു പോളിമർ ആണെന്ന് പോലും ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ദർ ഇസ് എ സ്റ്റിമുലൈ റെസ്പോൺസീവ് ആക്ഷൻ. മറ്റൊന്ന് വളരെ രസകരമായൊരു സംഗതി, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള അസുഖം ഏതാ? ക്യാൻസറാ അല്ലെ? എന്താ ക്യാൻസർ എന്ന് പറഞ്ഞാ ആരെങ്കിലും പറയാവോ? സെല്ലുകള് കൺട്രോൾ ഇല്ലാതെ സെല്ലുകൾ, വെരി ഗുഡ്. സെല്ലുകള് കൺട്രോൾ ഇല്ലാതെ വളരും, എന്നിട്ട് അതൊരു വലിയ ട്യൂമറായി മാറും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുക. അപ്പൊ ഈ ക്യാൻസർ സെല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നോർമൽ സെല്ലുകളെ അപേക്ഷിച്ച് ക്യാൻസർ സെല്ലിനകത്തുള്ള pH കുറച്ചുകൂടെ ആസിഡിക് pH ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്യാൻസറിന് കീമോതെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ക്യാൻസറിന് എന്താ ചികിത്സ കൊടുക്കുക? കീമോതെറാപ്പി കൊടുക്കും, റേഡിയേഷൻ കൊടുക്കും, അതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ മരുന്ന് ഉപയോഗിച്ച് കൊല്ലുന്ന പരിപാടിയാണ് കീമോതെറാപ്പി. അപ്പോ ക്യാൻസറിന് വേണ്ടി നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എന്താ കാര്യം? ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള മരുന്ന് എന്തിനെ കൊല്ലാനുള്ളതാണ്? സെല്ലിനെ കൊല്ലാനുള്ളതാണ്. ഏത് സെല്ലിനെ? ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെ മാത്രമേ കൊല്ലാവുള്ളൂ. നമ്മുടെ ബോഡിയിൽ ഒരുപാട് നോർമൽ സെല്ലുകൾ ഉണ്ട്, അതിനെ കൊല്ലാനും പാടില്ല. എന്നാൽ ക്യാൻസർ സെല്ലുകളെ കൊല്ലുകയും വേണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചെന്ന് കൊല്ലുന്നത് നോർമൽ സെല്ലാണ് അല്ല ക്യാൻസർ സെല്ലാണ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മരുന്നിന് ബുദ്ധിയുണ്ടോ? അസിഡിക് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ചെന്നിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡ്രഗിനെ, അതായത് മരുന്നിനെ നമ്മൾ കോട്ട് ചെയ്യും. അസിഡിക് pHൽ മാത്രം പൊട്ടുകയും നോർമൽ pHൽ സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു പോളിമർ വെച്ച് കോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ മരുന്ന് കൊടുക്കുക. ഇൻ ദാറ്റ് കേസ് ക്യാൻസർ സെല്ലുകളെ മാത്രമേ ഡിസ്ട്രോയ് ചെയ്യുള്ളൂ, നശിപ്പിക്കുകയുള്ളൂ. നോർമൽ സെല്ലുകൾ സേഫ് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാൻസറിന് ഉപയോഗിക്കുന്ന, കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഡ്രഗുകൾക്കകത്തും നമ്മൾ ആരെ ഉപയോഗിക്കുന്നുണ്ട്? pH സെൻസിറ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് പോളിമേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ജീൻ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ചുകൂടെ കൂടിയ കാര്യമായത്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ചില കേസുകളിൽ വളരെ വളരെ റെയറാണ്, എന്നാൽ ഇപ്പോൾ വന്ന് കുറച്ച് കോമൺ ആയി വരുന്നുണ്ട്. ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഇപ്പൊ കൂടി വരിക. ഇപ്പൊ ജെനറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തില് സെല്ലുകൾക്കകത്തുള്ള ജീനുകളാണ് നമ്മുടെ
സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ശരീരത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും ജീനുകളാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരുപക്ഷെ രോഗമായിട്ട് വന്നേക്കാം, അതല്ലെങ്കിൽ ചില അംഗവൈകല്യമായിട്ട് വന്നേക്കാം, ചിലപ്പോൾ ഒരു മെന്റൽ പ്രോബ്ലം ആയിട്ട് വന്നേക്കാം. അങ്ങനെ പല പല രീതിയിൽ ജീനിന്റെ ഡിഫക്റ്റ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഇതിനെയൊക്കെ ജീവനെയൊക്കെ ബാധിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക് ജീനിന്റെ ഡിഫക്റ്റിനെ ഒന്ന് മറികടക്കാൻ പറ്റുക? ഈ ജീൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ? ജീൻ കേട്ടിട്ടുണ്ടോ? DNA. ഓക്കെ, DNA എവിടെയാ ഇരിക്കുന്നത്? ജീൻ DNA-ക്കകത്തായിരിക്കുന്നത്. DNA എവിടെയാ ഇരിക്കുന്നത്? സെല്ലിന്റെ ഉള്ളിലാണോ? ഓക്കെ, സെല്ലിന്റെ ഉള്ളിൽ എവിടെയാണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയസ്. ന്യൂക്ലിയസ്. വെരി ഗുഡ്. അതായത് നമ്മുടെ ശരീരത്തില് കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. അപ്പോൾ ഒരു സെല്ലിനകത്ത് അതിന്റെ ന്യൂക്ലിയസിൽ അതിനകത്തുള്ള DNA-യിൽ അതിനും അകത്താണ് ആരിയിരിക്കുന്നത്? ജീൻ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളിലേക്കുള്ള ഒരു ഫാക്ടറാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജീൻ തെറാപ്പിയിലൂടെ, ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നിക്കാണ്. ഇപ്പൊ ജീൻ തെറാപ്പി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ വാർത്തകളിലൊക്കെ വായിക്കുന്നുണ്ടാവും. ഇപ്പൊ ജീൻ തെറാപ്പിയിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് എന്താ? നമ്മുടെ ബോഡിക്കകത്ത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഇരിക്കുന്ന സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് DNA-ക്കകത്ത് ജീനിനെ വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാൻ പറ്റുക? ഈ കാണിച്ചിരിക്കുന്ന പോലെ, ഈ കാണിക്കുന്നത് ഒരു ഡിഫക്റ്റീവ് ജീനാണ്. ആ ജീനിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ഹെൽത്തി ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഹെൽത്തി ജീൻ കയറി വരുന്ന സെല്ലുകൾ വളരെ നോർമൽ ആയിട്ട് അതിന്റെ ഫങ്ഷൻസ്, അതുവരെയും ഇത് ഡിസ്ഫങ്ഷൻ ആയിരുന്നു. ബട്ട് ഹെൽത്തി ജീൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സെല്ല് വളരെ നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു ജീനിനെ നമുക്ക് സെല്ലിനകത്തേക്ക് കയറ്റിവിടണം. അതെങ്ങനെ നമുക്ക് സെല്ലിനകത്തേക്ക് കയറ്റിവിടാൻ പറ്റും? സെല്ലിന്റെ മെംബ്രെയിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ ടൈറ്റ് ആണത്. അതിനകത്തേക്ക് അങ്ങനെ ഒന്നിനും കയറാൻ പറ്റില്ല. അങ്ങനെ എന്തിനും കയറിപ്പോവാൻ പറ്റുന്ന ഒരു സെല്ലിന്റെ മെംബ്രെയിൻ ആണെങ്കിൽ അതിനകത്തേക്ക് ബാക്ടീരിയ, മറ്റ് പാത്തജൻസ്, മറ്റ് രോഗാണുക്കൾ ഇതിനൊക്കെ കൂടെ കയറിപ്പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെല്ലിന്റെ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിനകത്തേക്ക് ആർക്കും കയറാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറിനെ ക്രോസ് ചെയ്ത് സെല്ലിനകത്തേക്ക് നമുക്ക് ജീനിനെ എത്തിക്കണം. അത് ഭയങ്കര രസകരം എന്ന് വെച്ചാൽ വളരെ കൗതുകമുള്ള ഒരു പരിപാടിയാണ്, എന്നാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു പരിപാടിയുമാണ്. ആ കേസിൽ അവിടെയും നമ്മൾ ആരെ ഉപയോഗിക്കും? നമ്മുടെ സ്മാർട്ട് പോളിമറിനെ ഉപയോഗിക്കും. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ pH-നനുസരിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിമറിനെയല്ല നമ്മൾ ഉപയോഗിക്കുക, ടെമ്പറേച്ചറിനനുസരിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിമറിനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ പോളിമറിന്റെ പേര് പി സൈലന്റ് ആണ്, നിപ്പാം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഇത് അതിന്റെ ഷോർട്ട് ഫോം ആണ്. പോളി എൻ ഐസോപ്രോപ്പൈൽ അക്രിലമൈഡ് എന്നാണ് അതിന്റെ പേര്. അത് വിട്ടേക്കുക, നിപ്പാം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പോളിമറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ? നമ്മുടെ സെല്ലിനകത്തുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ? ബോഡി ടെമ്പറേച്ചർ എത്രയാ? 37. ഓക്കെ, അപ്പൊ സെല്ലിനകത്തുള്ള ടെമ്പറേച്ചർ 37 ആണ്, സെല്ലിന് വെളിയിൽ അതല്ല. അപ്പോ ഈ പോളിമറിന്റെ ഒരു പ്രത്യേകത 32 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആ പോളിമർ ഹൈഡ്രോഫിലിക് ആയിരിക്കും. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ എന്താ? വാട്ടർ ലവിങ് ആണ് അല്ലെ? വാട്ടറിനോട് അഫിനിറ്റി ഉള്ളതാണ് ഹൈഡ്രോഫിലിക്. വാട്ടറിനോട് ഒരു റിപ്പൽഷൻ കാണിക്കുന്നതാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത്. അപ്പോ 32 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ടെമ്പറേച്ചറിൽ ഈ നിപ്പാം പോളിമർ ഹൈഡ്രോഫിലിക് ആയിട്ട് ആക്ട് ചെയ്യും. എപ്പോഴാണോ ടെമ്പറേച്ചർ 32 ആവുകയും അതിനേക്കാൾ മുകളിലേക്ക് ആവുകയും ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ്ലി ഈ പോളിമറിന്റെ സ്ട്രക്ചറും എല്ലാം പ്രോപ്പർട്ടിയും ഒക്കെ മാറി അതെന്താവും? ഹൈഡ്രോഫോബിക് ആവും. ഇത് കണ്ടോ, ഇതൊരു ലീനിയർ സ്ട്രക്ചർ ആയിരുന്നു, അത് കയറി കോയിൽ ചെയ്ത് ഒരു ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടിയിലേക്ക് മാറും. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമ്മൾ ജീൻ തെറാപ്പിയിൽ യൂസ് ചെയ്യുക? നമ്മൾ DNA എന്ന് പറയുന്നതിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന്, അതിരിക്കുന്ന DNA-ക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് ചാർജുള്ള DNA ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളിമറുമായിട്ട് നമുക്ക് കോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളിമർ വെച്ച് ഈ കറുത്ത റൗണ്ട് ആണ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളിമർ.
ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളിമറിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ഞാൻ എൻകാപ്സുലേറ്റ് ചെയ്യുന്നു, അതിനകത്ത് വെക്കുന്നു. ദെൻ ഇതിന്റെ ഹൈഡ്രോഫിലിസിറ്റി കാരണം ഈ മെറ്റീരിയലിന് സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെൽ മെംബ്രെയിൻ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളിമേഴ്സിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കും. ദെൻ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചർ മാറുമ്പോൾ എന്ത് പറ്റും? ഈ പോളിമറിന്റെ സ്വഭാവം ഹൈഡ്രോഫോബിക് ആവും. ഹൈഡ്രോഫോബിക് ആവുമ്പോൾ DNA ആയിട്ട് അതിനുള്ള ബൈൻഡിങ് അത് വിച്ഛേദിക്കും, ബൈൻഡിങ് അത് ഉപേക്ഷിക്കും. ദെൻ DNA ഫ്രീ ആവും, പോളിമർ ഫ്രീ ആവും. ദെൻ DNA ന്യൂക്ലിയസിനകത്തേക്ക് കയറും, പോളിമറിന്റെ സെല്ല് അതിന്റെ നോർമൽ ഈ ഒരു എൻഡോസൈറ്റോസിസ് മെക്കാനിസം, അതായത് ഒരു റിമൂവൽ മെക്കാനിസം, എലിമിനേഷൻ മെക്കാനിസം വഴി ഈ പോളിമറിനെ വെളിയിലേക്ക് തള്ളിവിടും. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് എലിമിനേറ്റഡ്. ഈ പോളിമർ കാരണം ബോഡിക്ക് ഒരു ടോക്സിക് എഫക്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു പോളിമറിനകത്ത് DNA വെച്ചിട്ട് അത് രണ്ടും കൂടെ സെല്ലിനകത്തേക്ക്, ന്യൂക്ലിയസിനകത്തേക്ക് കയറുന്നു. അവിടെ ചെല്ലുമ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോഴേക്കും ഈ പോളിമർ ഹൈഡ്രോഫോബിക് ആവുന്നത് കൊണ്ട് DNA ആയിട്ടുള്ള അഫിനിറ്റി മാറുന്നു, DNA സെപ്പറേറ്റ് ആവുന്നു, പോളിമർ സെപ്പറേറ്റ് ആവുന്നു. DNA അങ്ങനെ നമ്മൾ ന്യൂക്ലിയസിനകത്തേക്ക് കയറ്റി, പോളിമറിനെ പയ്യെ സെൽ അതിന്റെ എലിമിനേഷൻ മെക്കാനിസം വെച്ച് പുറത്തേക്ക് കളയുന്നു. വളരെ എളുപ്പത്തിൽ നമ്മൾ, എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വളരെ എഫേർട്ട് ഉള്ള ഒരു പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ ഈ മെക്കാനിസം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മൾ ഒരു പോളിമറിന്റെ സഹായത്തിൽ ക്യാൻസർ സെല്ലിനകത്തേക്കുള്ള ഒരു ക്യാൻസർ അല്ല, ഡിഫക്റ്റീവ് സെല്ലിനകത്തേക്കുള്ള ജീനിന്റെ ഡെലിവറി നടത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മുടെ ഒരു മരുന്നിന്റെ പ്രയോഗത്തില്, ക്യാൻസർ ട്രീറ്റ്മെന്റിനകത്ത് ജീൻ ഡെലിവറി പോലുള്ള വലിയ ഇതിനകത്തൊക്കെ നമ്മൾ എവിടെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? പോളിമേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ടു സ്മാർട്ട് ആയിട്ടുള്ള, സ്മാർട്ട് സെൻസിറ്റീവ് പോളിമേഴ്സിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വേറൊന്നാണ്. അതായത് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിനകത്ത് തന്നെ വരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ക്യാൻസർ സെൽസ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് വളരെ റാപ്പിഡായിട്ട് വളർന്നിരിക്കുന്ന ഒരു ട്യൂമറാണ്. അങ്ങനെയുള്ള സെൽസിനകത്ത് ഒരു പ്രത്യേകതരം എൻസൈം കൂടുതലായിട്ട് കാണപ്പെടും. ക്യാൻസർ സെല്ലിനകത്ത് മാത്രം ഒരു പ്രത്യേകതരം എൻസൈം കൂടുതലായിട്ട് കാണപ്പെടും. അതിന്റെ പേര് MMP എന്നാണ്, മെട്രിക്സ് മെറ്റാലോ പ്രോട്ടീനേസ് എന്നാണ് അതിന്റെ പേര്, അത് ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ എൻസൈമിനോട് മാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോളിമറിനകത്ത് ഡ്രഗിനെ ലോഡ് ചെയ്തിട്ട് വിടും. അപ്പോൾ എന്ത് പറ്റും? ആ പോകുന്ന പോളിമർ ക്യാൻസർ സെല്ലിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ, വേറെ ഒരു സെല്ലിനെ അതിന് പിടിക്കാൻ പറ്റില്ല. കാരണം ആ എൻസൈം എവിടെയേ ഉള്ളൂ? ക്യാൻസർ സെല്ലിനകത്തേ ഉള്ളൂ. അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻസൈം റെസ്പോൺസീവ് ആയിട്ടുള്ള പോളിമേഴ്സിനെ ഉപയോഗിക്കാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അങ്ങനെ ഞാൻ നേരത്തെ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഒരു ചികിത്സയുടെ രംഗത്തുള്ള പോളിമേഴ്സിന്റെ ഉപയോഗമാണ്. അതേപോലെ നിങ്ങൾ സ്റ്റെന്റ് ഇടുന്ന കേട്ടിട്ടുണ്ടോ? ഹാർട്ട് വാൽവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൃത്രിമമായിട്ട് ഹാർട്ട് വാൽവ് വെച്ച് കൊടുക്കുക. ഇതിനകത്തൊക്കെയും എന്ത് കാണാൻ പറ്റും? പോളിമേഴ്സിനെയാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന കോണ്ടാക്ട് ലെൻസ്, ഇൻട്രാഓക്കുലർ ലെൻസസ്, ഹീമോലിസിന്, നമ്മുടെ ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയല്, നിങ്ങൾക്കൊരു ഒരു മുറിവുണ്ടായാൽ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്യൂച്ചർ, അത് നൂല്, അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് പോളിമറിന് നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി, ഇങ്ങനെ സ്റ്റെന്റ് കയറ്റില്ലേ, സ്റ്റെന്റ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള കത്തീറ്ററാണിത്. നമ്മുടെ ഒരു വെയിനകത്തൂടെയാണ് ഇതിനിങ്ങനെ കയറ്റി കൊണ്ടുപോയി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ കത്തീറ്റർ അതൊരു പോളിമറാണ്. നമ്മൾ സർജറിക്ക് ഉപയോഗിക്കുന്ന സ്യൂച്ചറാണിത്, നൂലുകളാണ്, അതൊരു പോളിമറാണ്. ഹാർട്ട് വാൽവിന്റെ ഇതുണ്ടോ, ഇതാണ് ഹാർട്ട് വാൽവ്, കൃത്രിമമായ ഹാർട്ട് വാൽവാണിത്. അതിന്റെ ഈ ഔട്ടർ റിംഗ് എന്ന് പറയുന്നത് ഒരു പോളിമർ മെയ്ഡാണ്. വൂണ്ടിന് നമ്മൾ മുറിവൊക്കെ വന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റർ ഇല്ലേ, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡേഡ് ഇല്ലേ, അതൊക്കെയും പോളിമറാണ്. ദെൻ നമ്മളെ ഇടുപ്പിലൊക്കെ ഒരു ഫ്രാക്ചർ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഹിപ്പ് വെക്കും. അപ്പൊ ആ ആർട്ടിഫിഷ്യൽ ഹിപ്പാണിത്. ഇത് മെറ്റലാണ്, പക്ഷെ അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഇടുപ്പില് അവിടെ അതിന്റെ ഇടയിൽ ബോൾ ആൻഡ് സോക്കറ്റിന്റെ ഇടയിലുള്ള ഒരു ലൈനർ ഉണ്ട്, ഒരു മെംബ്രെയിൻ ആണത്.
അത് ഒരു പോളിമർ ലൈനർ വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇൻട്രാഒക്കുലർ ലെൻസ് ആണ്, ഇതൊരു പോളിമറാണ്. നമ്മൾ പല മരുന്നുകളും ബക്കലി കൊടുക്കും, അതൊരു പോളിമറാണ്. ഇത് കാണാവോ, ഇത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിനകത്തുള്ള രക്തക്കുഴലുകൾ ചിലപ്പം രക്തക്കുഴൽ കട്ടായി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രക്തക്കുഴലുകൾ വെക്കേണ്ടി വരും. അതിന് വാസ്കുലർ ഗ്രാഫ്റ്റ് എന്നാണ് വിളിക്കുക. അങ്ങനെ വെക്കുന്ന വാസ്കുലർ ഗ്രാഫ്റ്റുകളും പോളിമർ മെയ്ഡാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ റൂമിലുള്ള സാധനങ്ങൾ, വീട്ടിനകത്തുള്ള സാധനങ്ങൾ മാത്രമല്ല, നമ്മുടെ ബയോമെഡിക്കലി നമ്മുടെ ശരീരത്തിനകത്ത് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ പല പല മെഡിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്, പോളിമറാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടെക്നിക്കുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇതൊരു പർട്ടിക്കുലർ ഷേപ്പിൽ ഒരു പോളിമറിനെ നമ്മൾ പ്രോസസ് എടുത്തിരിക്കുക, ഷൂവിന്റെ ഷേപ്പിൽ. അങ്ങനെ എടുക്കുന്ന മെക്കാനിസത്തെ നമ്മൾ കംപ്രഷൻ മോൾഡിംഗ് എന്നാണ് വിളിക്കുക. അതായത് ഇതൊരു മോൾഡാണ്. ഇതിനകത്തേക്ക് നമ്മൾ ചുമ്മാ പോളിമറിന്, അത് ചിലപ്പോൾ പൗഡർ ആയിരിക്കാം, പെല്ലറ്റ് ആയിരിക്കാം, ഫില്ല് ചെയ്ത് വെച്ചിട്ട് നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ഇതിനെ പ്രസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചറും പ്രഷറും കൂടെ വരുമ്പോൾ ഈ മോൾഡിന്റെ ഷേപ്പിലേക്ക് ഈ പോളിമറിനെ നമുക്ക് എടുക്കാൻ പറ്റും, പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഏത് ഷേപ്പിലാണോ നമ്മൾ ഈ മോൾഡ് വെക്കുന്നത് ആ ഷേപ്പിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ പോളിമർ മെയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതിന്റെ ഷേപ്പിലുള്ള മോൾഡിനകത്തേക്ക് പോളിമറിനെ ഹീറ്റ് ചെയ്ത്, മെൽറ്റ് ചെയ്ത്, പ്രസ് ചെയ്ത്, കംപ്രസ് ചെയ്ത് തണുപ്പിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാസ്റ്റിക് അറ്റൻസിൽസ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഇങ്ങനെ പല പല ഷേപ്പിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. അതിന്റെ ഒരു മെക്കാനിസം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നാ പറയാം. അതായത് പോളിമറിന് ഇതിലേ നമ്മൾ കയറ്റിവിടും. ഇവിടെ ഒരു ഡൈ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡൈയുടെ ഷേപ്പിലേക്ക് ഈ പോളിമർ വന്ന് ഉരുകി പിടിച്ച് അതേ ഷേപ്പിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ നല്ല ട്യൂബിന്റെ ഷേപ്പിലുള്ള പോളിമേഴ്സിനെ കിട്ടാൻ വേണ്ടി എക്സ്ട്രൂഡ് ചെയ്യുമെന്ന് പറയും. പോളിമേഴ്സിനെ ഒരു ഡൈ കൂടെ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കും, ഹീറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഒരു വലിയ ദ്വാരത്തിനകത്തൂടെ അതിനിങ്ങനെ കടത്തിവിടും. അപ്പൊ അതേ ഡയമീറ്ററിനകത്ത് ഇതിനെ നമുക്ക് വലിയ റോഡുകളായിട്ട് കിട്ടും. ദെൻ ഇത് വളരെ രസകരമായ ഒരു സാധനമാണ്, ഇലക്ട്രോ സ്പിന്നിങ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ഒരു പോളിമറിനെ ഏതെങ്കിലും ഒരു സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടും, പോളിമറിന്റെ ഒരു സൊല്യൂഷൻ കിട്ടും. ആൻഡ് ഈ സൊല്യൂഷന്റെ ഒരു പ്രത്യേകത, നമ്മളൊരു സിറിഞ്ചിൽ എടുത്തെന്ന് വിചാരിക്കുക. സിറിഞ്ചിൽ എടുത്തിട്ട് നിങ്ങൾ അതിനെ പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, വളരെ സ്ലോയില് പമ്പ് ചെയ്യുമ്പോൾ സിറിഞ്ചിന്റെ അറ്റത്തുനിന്ന് ഡ്രോപ്പ് ആയിട്ട് പോളിമർ സൊല്യൂഷൻ വെളിയിലേക്ക് വരും. എന്തുകൊണ്ടാണ് ഒരു സൊല്യൂഷൻ എപ്പോഴും ഡ്രോപ്പ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി, സ്പിരിക്കൽ ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സൊല്യൂഷനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അതെ. അപ്പം സ്പിരിക്കൽ ഷേപ്പിലാണ് ഒരു സൊല്യൂഷന് അതിന്റെ സർഫസ് ടെൻഷൻ മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോസ്പിന്നിങ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഫൈബറിന് ഉണ്ടാക്കിയെടുക്കണം. ഫൈബർ എന്ന് വെച്ചാൽ നൂലായിട്ട് ഡ്രൈ ആയിട്ട് അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഇലക്ട്രോസ്പിന്നിങ് ഉപയോഗിക്കുക. നമ്മുടെ ചില ടെക്സ്റ്റൈൽസിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന കാണാം. നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് ഉണ്ടല്ലോ, കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മാസ്ക്, അതിന്റെ മെറ്റീരിയലിന്റെ പ്രിപ്പറേഷനകത്തൊക്കെയും ഈ ഇലക്ട്രോസ്പിന്നിങ് ഉപയോഗിച്ചിട്ടുണ്ട്. ചില വൂണ്ട് ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനും ഈ ഇലക്ട്രോസ്പിന്നിങ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫൈൻ ആയിട്ടുള്ള ഫൈബേഴ്സ് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ ടെക്നിക്കാണിത്. അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള, പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു സോൾവെന്റിനകത്ത് നമ്മൾ പോളിമറിന് ഡിസോൾവ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മളൊരു സിറിഞ്ചിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഈ സിറിഞ്ചിന്റെ എൻഡിൽ നമ്മളൊരു പോസിറ്റീവ്, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. സിറിഞ്ചിന്റെ എൻഡിൽ പോസിറ്റീവും ഇപ്പുറത്ത് ഒരു റൊട്ടേറ്റിംഗ് മാൻഡ്രലിനകത്ത് നെഗറ്റീവും കണക്ട് ചെയ്തിട്ട് ഒരു ഹൈ വോൾട്ടേജ് ഈ സിറിഞ്ചും മാൻഡ്രലിനും ഇടയിൽ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ സംഭവിക്കുന്നത്, ഈ സിറിഞ്ചിനെ നമ്മൾ പയ്യെ പമ്പ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് ഒരു ഡ്രോപ്ലെറ്റ് ആയിരിക്കും, ഒരു സ്പെരിക്കൽ ഡ്രോപ്ലെറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും ചോദിച്ചാൽ, ആ വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ ഇതിന്റെ സർഫസ് ടെൻഷനേക്കാൾ കൂടിയ വോൾട്ടേജ് ആവുമ്പോൾ ഈ സ്പിരിക്കൽ ഷേപ്പ് ഈ ഡ്രോപ്ലെറ്റിന് നഷ്ടപ്പെടും. അത് പയ്യെ ഒരു കോണിക്കൽ ഷേപ്പിലേക്ക് വന്ന് ദെൻ വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ അത്
ഒരു ഒരു കൈൻഡ് ഓഫ് ദ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ഡ്രോപ്ലെറ്റിനകത്തുനിന്ന് പയ്യെ ഒരു ത്രെഡിനെ വലിച്ചെടുക്കുന്നത് പോലെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഹൈലി ഇവാപറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണെന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് വരുന്ന ത്രെഡ് ഈ കളക്ടറിൽ വന്ന് വീഴുന്ന സമയം കൊണ്ട് ആ സോൾവെന്റ് അങ്ങ് ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് പോളിമർ മാത്രമാണ് ത്രെഡായിട്ട് ആ കളക്ടറിനകത്ത് വന്ന് വീഴുന്നത്, ഒരു റൊട്ടേറ്റിംഗ് മാൻഡലിനകത്ത് വന്ന് വീഴുന്നത്. അങ്ങനെ ഒരു പോളിമർ സൊല്യൂഷനകത്തുനിന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫൈബ്രസ് ഒരു മാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, ഒരു മെംബ്രെയിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ടെക്നിക്കിനെയാണ് നമ്മൾ ഇലക്ട്രോ സ്പിന്നിങ് എന്ന് വിളിക്കുന്നത്. ദെൻ ഏറ്റവും റീസെന്റ് ആയിട്ട് വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് 3D പ്രിന്റിങ്. ആ 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു പോളിമറിന്റെ 3D പ്രിന്റിംഗ് ആണ്. അതായത് വളരെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റർ ഉണ്ട്. ആ പ്രിന്ററിനകത്തുള്ള ഇങ്ക് എന്ന് പറയുന്നത് ഒരു പോളിമർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ഷേപ്പാണോ ആ പ്രിന്ററിലേക്ക് കൊടുത്തത് ആ ഷേപ്പില് പ്രിന്റർ നമ്മുടെ മെറ്റീരിയലിനെ പോളിമർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തെടുക്കും. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞത് ഒരു ആ ഷേപ്പിലുള്ള ഒരു ഡൈ വെച്ചിട്ട് അതിനകത്തേക്ക് പോളിമർ സൊല്യൂഷൻ ഇട്ടിട്ട് അതിന് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഡൈയുടെ ഷേപ്പിൽ കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന ഷേപ്പിലേക്ക് പോളിമർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത് മെറ്റീരിയലിനെ തരുന്ന പരിപാടിയാണ് 3D പ്രിന്റിംഗ്. അതിന്റെ ഒരു മെഡിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഇത് കിഡ്നിയാണ് പ്രിന്റ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് നമ്മളിപ്പം കുറെ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, പലർക്കും അതിന്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അതിന് അനുസൃതമായിട്ടുള്ള ഇത് കിട്ടണ്ടാവില്ല, ഡോണേഴ്സിനെ കിട്ടണ്ടാവില്ല. പല കേസിനകത്തും നമ്മുടെ എന്താണ് റിജക്ഷൻ സംഭവിക്കാം. വേറൊരാളുടെ ശരീരത്തിൽ നിന്നൊരു ഓർഗൻ എടുത്ത് വെക്കുമ്പോൾ അത് നമ്മുടെ ബോഡി സ്വീകരിക്കണം നിർബന്ധമില്ല, റിജക്ട് ചെയ്യാം. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 3D ബയോ പ്രിന്റിംഗ്. അതായത് നമ്മുടെ ശരീരത്തിനകത്തുനിന്നുള്ള നമ്മുടെ തന്നെ സെല്ല് എടുത്തിട്ട് അതൊരു പോളിമറുമായി മിക്സ് ചെയ്ത്, ഇത് വളരെ സിമ്പിൾ ആണ് ഞാൻ പറയുമ്പോൾ, പക്ഷെ അത്രയും സിമ്പിൾ അല്ല, സ്റ്റിൽ പോളിമറുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇങ്ക് ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലൂ കളർ സാധനമാണ് ഇങ്ക്. ആ ഇങ്ക് ഉണ്ടാക്കി പ്രീ ഡിസൈൻഡ് ഷേപ്പിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഓർഗന്റെ അതേ ഷേപ്പിലും സൈസിലും നമുക്ക് നമ്മുടെ ഹ്യൂമൻ സെല്ലും പോളിമറും കൂടെ വെച്ച് ഓർഗനെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അതിനെ നമ്മൾ ലാബിൽ കൾച്ചർ ചെയ്ത് ഒരു കംപ്ലീറ്റ് ഓർഗൻ ആവുന്നത് വരെയും അതിനെ കൾച്ചർ ചെയ്യും. ബൈ ദാറ്റ് ടൈം സെല്ല് വളരും, ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ ആദ്യം അതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് പോളിമർ ആയിരിക്കും, കുറച്ച് മാത്രമേ സെല്ല് ഉണ്ടാവുള്ളൂ. അതിനെ കൾച്ചർ ചെയ്ത് ഒരു ഫുൾ ഒരു ഓർഗൻ ആവുന്ന സമയം കൊണ്ട് സെല്ല് വളർന്ന ഒരു ഓർഗനാവും, പോളിമർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു ഘട്ടത്തിൽ 3D ബയോ പ്രിന്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡാണിത്. എല്ലാ ഓർഗനും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ കിഡ്നി ആണ് ചെയ്യുന്നത് കാണിക്കുന്നത്, അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ചെവിയൊക്കെ ചെയ്തിട്ടുണ്ട്, സ്കിന്ന് അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റേണൽ ഓർഗൻസ്, ലിവർ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ ഹാർട്ട് പോലൊക്കെയുള്ള ഓർഗൻസ് പ്രിന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതിന്റെ സെല്ലുകളുടെ പ്രത്യേകത കൊണ്ട് വളരെ പാടാണ്. ബട്ട് സയൻസിന്റെ ഫീൽഡ്, സയൻസ് കമ്മ്യൂണിറ്റി അതിനകത്ത് കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് എനിക്ക് നമ്മുടെ പോളിമറുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് പോളിമർ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന്, അതിന്റെ കെമിസ്ട്രി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു വളരെ കൗതുകകരമായ ചില വശങ്ങൾ, കഴിക്കുന്ന മരുന്ന്, ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ചെയ്തിട്ടുള്ള ചില ഇംപ്ലാന്റ്സ്, അല്ലെങ്കിൽ ചില ചില ഡിവൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതിനകത്തൊക്കെ എങ്ങനെയാണ് പോളിമർ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതെന്നും അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ പോളിമർ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷെ ലോകം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ എങ്ങനെയൊക്കെയാണ് പോളിമർ ടെക്നോളജിക്ക് ഇനി
ലോകത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ പറ്റുക എന്നതിന്റെ ഒരു ചെറിയ ഇതാണ് ഞാൻ ഈ 3D പ്രിന്റിങ്ങിലൂടെയൊക്കെ വരച്ച് കാണിച്ചത്. നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങൾ സയൻസിൽ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ നോളജും നിങ്ങളുടെ ടാലന്റും വെച്ച് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സർവീസുകളും കുറച്ച് റിസർച്ചുമാണ് ഇതൊക്കെ. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് വളരെയധികം സംതൃപ്തിയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.